ഹായ്, ഞാൻ എൽസ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു നടിയുടെ നഗ്ന വീഡിയോ ലീക്കായി എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർഭാഗമായാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിലെ നടിയുടെ പ്രതികരണവും ആ വീഡിയോ ആരാണ് ലീക്ക് ചെയ്തതെന്നും അത് പകർത്തിയ വ്യക്തി ആരാണെന്നും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വിജയ് TV സംപ്രേഷണം ചെയ്യുന്ന നല്ല പോപ്പുലറായ ഒരു സീരിയലാണ് സിറകടിക്ക ആസൈ. അതിൽ രോഹിണി എന്ന ക്യാരക്ടറിന്റെ ഫ്രണ്ടിന്റെ വേഷമാണ് ഈ നടി അഭിനയിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്റെ കരിയർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു വിവാദത്തിൽ നടി ചെന്നപ്പെടുന്നത്. വലിയൊരു മൂവിയിൽ തനിക്ക് നായികാവേഷം ഓഫർ ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോ കോൾ നടന്നത്. ആ വീഡിയോ കോളിൽ അവർ ആവശ്യപ്പെട്ടതുപോലെയെല്ലാം നടി ചെയ്യുകയും ചെയ്തു. അത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ നടി തന്റെ ഇൻസ്റ്റഗ്രാം ID-യും എല്ലാം പ്രൈവറ്റ് ആക്കുകയുണ്ടായി. അത്യാവശ്യം നല്ലതുപോലെ കൊളാബും അഡ്വർടൈസ്മെന്റും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന നടി തന്റെ പേഴ്സണൽ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയായിരുന്നു. പിന്നീട് വാർത്തകൾ തീ പോലെ പടർന്നപ്പോൾ നടി തന്നെ അതിന് ഉത്തരവുമായി വന്നു. ഈ വീഡിയോ ആരും ഷെയർ ചെയ്യരുതെന്നും ലിങ്കുകൾ ചോദിച്ച് കമന്റ് ബോക്സ് നിറയ്ക്കരുതെന്നും AI പലരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് AI മൂലം ക്രിയേറ്റ് ചെയ്ത മോർഫി ചെയ്ത ഒരു വീഡിയോ ആണെന്നുമാണ് നടി ആദ്യം പറഞ്ഞത്. AI കാരണം പലരുടെ ജീവിതം തകർന്നുവെന്നും ഇപ്പോൾ താൻ മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് കുടുംബമുള്ളതുപോലെ തന്നെയാണ് തനിക്കും കുടുംബമെന്നും അതിനാൽ ഇത് ഷെയർ ചെയ്യുന്നതും മറ്റും നിർത്തണമെന്നും നടി എല്ലാവരോടും ആവശ്യപ്പെട്ടു. എന്നാൽ പിന്നീട് ആ വീഡിയോ AI മൂലം ഉണ്ടാക്കിയതല്ല എന്നും അത് ഒറിജിനൽ വീഡിയോ തന്നെയാണെന്നും പുറത്തു വന്നു. മാത്രമല്ല അത് AI അല്ലെന്ന് മനസ്സിലാക്കാൻ നടിയുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെ ധാരാളമായിരുന്നു. ഇതിനുശേഷം ഈ വീഡിയോ ലീക്ക് ചെയ്തവർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നറിയില്ല. തുടർച്ചയായി നടിയുടെ മറ്റു 2 വീഡിയോകൾ കൂടി പുറത്തേക്ക് വന്നു. അതും ട്വിറ്ററിലും ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലും വൈറലായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് മറ്റു നടിമാരും രംഗത്ത് വന്നു. ഇങ്ങനെയുള്ള കാസ്റ്റിംഗ് കൗച്ച് കോളുകൾ എല്ലാവരുടെ ജീവിതവും തകർക്കുമെന്നും അതിൽ ചെന്ന് ആരും പെടരുതെന്നും മറ്റു നടിമാർ കൂടി പറയുകയുണ്ടായി. ഇങ്ങനെ നടിക്ക് അനുകൂലമായും പ്രതികൂലമായും പലരും രംഗത്ത് വന്നു. അവസാനത്തെ 2 വീഡിയോകൾ കൂടി ലീക്ക് ആയതോടെ നടി സത്യവുമായി പുറത്തു വന്നു. 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ തന്നെ ശല്യം ചെയ്യുന്നുവെന്നും അദ്ദേഹമാണ് ഇതിന് പിന്നിലെന്നും നടി തന്റെ ഇൻസ്റ്റഗ്രാം ID-യിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ആരാണ് 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ? ഇതിനെ തുടർന്ന് കമലഹാസനും രംഗത്ത് വരികയുണ്ടായി. താൻ ചെയ്യുന്ന ഫിലിമുകളിൽ ആരെയും കാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ലെന്നും കാസ്റ്റിംഗ് കോളുകൾ തങ്ങൾ ആർക്കും നൽകിയിട്ടില്ലെന്നും കമലഹാസൻ പറയുകയുണ്ടായി. നടിക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ആര്യ എന്ന നടൻ അഭിനയിക്കുന്ന സിനിമയായിരുന്നു. അതിൽ ആര്യയുടെ നായികയായി വേഷത്തിനായിട്ടാണ് നടിക്ക് കാസ്റ്റിംഗ് കോൾ വന്നിരുന്നത്. ആ കാസ്റ്റിംഗ് കോളിലാണ് അവര് നടിയെ ചൂഷണം ചെയ്തത്. K എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ഡയറക്ടറാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മാത്രമല്ല ആ ഡയറക്ടറിന്റെ പേര് കൂടി ഇപ്പോൾ പ്രചരിക്കുന്നു. കാരോ പരണിയപ്പ എന്ന പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.